കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ നടുവിന് എന്തോ പറ്റി മോളെ. അയ്യോ ആന്റിക്ക് ഇത് എന്തോ പറ്റിയത്? ഈ പഴത്തിന് തൊലിയിട്ടത് ആരാടി? ഞാൻ തന്നെ ആന്റി. എന്തിനാണ് ഇവിടെ ഇട്ടത്? പഴം കഴിച്ചിട്ട് തൊലി കളഞ്ഞതാ. നിന്റെ ഇഷ്ടത്തിന് തോന്നിടത്താണോ അറിയുന്നേ? വേസ്റ്റ് ബോക്സിലെ വെളിയിലെ കൊണ്ടിടണം. അയ്യോ ആന്റി എന്തിനാ പഴത്തുള്ളിയില് ചവിട്ടിയത്? എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തിനാ ഇപ്പൊ എണീറ്റ് പുറത്തേക്ക് വന്നേ? ഇവരെല്ലാതായി പോയി. ബെഡിന്ന് ഇറങ്ങിയത് എന്തിനാ? ബെഡിൽ എപ്പോഴും കിടന്ന് എങ്ങനെ ശരിയാവുന്നേ? ഇനിയിപ്പോ എന്ത് ചെയ്യും ആന്റി? പിന്നെയും ബെഡിൽ തന്നെ കിടക്കണം. വേറൊരു വഴിയും ഇല്ലല്ലോ. അത് തന്നെ, അത്രേ ഉള്ളൂ. അമ്മ 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 അമ്മ. ഈ ഗിഫ്റ്റ് കൊടുത്ത് അവളോട് സോറി പറയണം. ഏട്ടൻ വന്നോ? ഏട്ടന് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്തേ. വരൂ, കഴിക്കാൻ പോവാം. ഒരു മിനിറ്റ്. ഇന്നലെ രാത്രി നടന്നൊക്കെ ഏട്ടത്തി ഇന്നാണ് എന്നോട് പറഞ്ഞത്. വളരെ സന്തോഷം. അമ്മ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം താനെന്താ എന്നോട് പറയാതിരുന്നേ? അമ്മ എന്നോട് നല്ല കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് ഏട്ടനോട് പറഞ്ഞോ അതൊരു കംപ്ലൈന്റ് പറയുന്ന പോലെ ആവും. നല്ലതായാലും മോശമായാലും താനതിനോടെല്ലാം പറയേണ്ടതായിരുന്നു. നല്ലതായാലും ചീത്തയായാലും അതിന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് എന്റെ ശീലം. എനിവേ, തന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഐ എം സോറി. ഏട്ടൻ അറിയാത്തൊരു കാര്യത്തിന് എന്തിനാ എന്നോട് ഇങ്ങനെ സോറി പറയുന്നേ? അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലേ, അതിനെല്ലാം സോറി. ഏട്ടൻ തന്നത് ഞാൻ വാങ്ങി.
താൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞെന്ന്? സോറി. എന്തിനു സോറി? അത് ഏട്ടൻ തന്ന സോറി ഞാൻ വാങ്ങിയെന്നാ പറഞ്ഞത്. ഞാൻ വാങ്ങാൻ പറഞ്ഞത് സോറിയല്ല. പിന്നെ സോറി പറയുന്നതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്റെ ശീല. വാങ്ങിച്ചോളൂ. തനിക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് തനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഐ മീൻ, തനിക്കെല്ലാം മനസ്സിൽ വെച്ചേക്കുന്ന ഒരു ശീലമുണ്ടല്ലോ. ഇദ്ദേഹം എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്ന? എന്നെ കളിയാക്കുവാണോ? സോറി. എന്തിന്? എനിക്ക് ഇങ്ങനെ സോറി മാത്രം പറയാനല്ലാതെ ഏട്ടനെ പോലെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ശീലമില്ല. ആഹാ, ഇദ്ദേഹം ചിരിക്കാണല്ലോ. ഓ, അപ്പൊ ചിരിക്കാനും അറിയാല്ലേ? സോറി പറയാൻ മാത്രമുള്ള തെറ്റ് താൻ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്ക് യു. താൻ താങ്ക്സ് ഒക്കെ പറയാറുണ്ടോ? അല്ല, താങ്ക്സിന്റെ കൂടെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ? അതോ എന്തായിരിക്കും ഇതിനകത്ത്? ഓപ്പൺ ചെയ്ത് നോക്കാം. വേണ്ട. ഉടനെ തുറന്നു നോക്കിയാ എനിക്ക് അത്യാഗ്രഹം എന്ന് വിചാരിച്ചാലോ? എനിക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്ന പറഞ്ഞേ. എനിക്ക് എന്തൊക്കെയാ ഇഷ്ടപ്പെടുന്നെന്ന് അദ്ദേഹത്തിന് അറിയോ? ഒന്ന് തുറന്നു നോക്കിയാൽ ടെൻഷൻ മാറുമല്ലോ. പക്ഷേ കുറെ നേരം കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പൊ എന്താ വസു, നീ ആ ഗിഫ്റ്റ് തുറന്നു നോക്കിയില്ലെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചോണ്ടേയിരിക്കണം. അപ്പോഴേ ഞാനിത് ഓപ്പൺ ചെയ്യും. പതുക്കെ തിരുമ്പ മോളെ. അമ്മേ, അയ്യോ, വാഴപ്പഴത്തിൽ പാറക്കല്ല് വീണ പോലെ. ഓൾറെഡി ഞാൻ കിടപ്പിലായതാ, പിന്നെ എന്നെ കട്ടിലാക്കിയല്ലോ നീ. അമ്മ എന്തായാലും തിരുമുന്നുണ്ടല്ലോ, സഹായിക്കുന്നുണ്ട്, അതന്നെ സന്തോഷം. അമ്മ എല്ലാ തൂണ് കാരണോ അതിന്റെ താഴെ ഇട്ടതുകൊണ്ടാ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നേ. നന്നായിരിക്കും മോളെ, മരിച്ചു നിന്റെ മോളായി ജനിക്കാം. വേണ്ട വേണ്ട, ആ
ആന്റി ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. എന്താടി, ഞാൻ ചത്തുപോയാലും കഷ്ടാണോ നിന്റെ വയറ്റിൽ പിറന്നാലും കഷ്ടാണോ? രണ്ടും കഷ്ടം തന്നെയാ. ഓ അമ്മുമ്മേ, ആ ഡാ, നിന്നെ കാണുമ്പോഴേ എനിക്ക് പേടിയാവുന്നടാ. താങ്ക് യു അമ്മുമ്മേ. എന്തിനടാ? എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തല്ലോ. എന്ത് ഗിഫ്റ്റ് കൊടുത്തുന്നോ? എല്ലാത്തിനും ഈ അമ്മുമ്മയാ കാരണം. ഞാൻ എന്താടാ ചെയ്തേ? അമ്മുമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നല്ലോ. ഹോസ്റ്റലിലേക്ക് പോയി താമസിക്കാനായിട്ട് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നില്ലേ? അതുകൊണ്ട് അച്ഛനും ഞാനും ക്ലോസ് ആയില്ലേ? പിക്നിക്കിന് പോയതിനു ശേഷം അമ്മുമ്മ എന്റെ അമ്മയായിട്ടും നല്ല ക്ലോസ് ആയില്ലേ? അമ്മ ഇനി തൊട്ട് ഓഫീസിലേക്ക് വിടാൻ പാടില്ലെന്ന് ആ അമ്മമ്മയോട് പോയി പറഞ്ഞു കൊടുത്തില്ലേ? അത് കാരണം അമ്മയ്ക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റി. അത് കാരണം ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ ക്ലോസ് ആയി. ഗിഫ്റ്റ് പോലും അച്ഛൻ കൊണ്ടു കൊടുത്തു. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് വെരി 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 താങ്ക്സ് അമ്മമ്മ. ഇതേപോലെ ഐഡിയ ഒക്കെ തന്ന് ഏഷ്യനെയൊക്കെ കൂട്ടി എന്നെ സഹായിക്കണേ. അമ്മയും അച്ഛനുമായിട്ട് ഞങ്ങൾ ഇനിയും കൂടുതൽ ക്ലോസ് ആവും. വെരി 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 താങ്ക്സ് അമ്മമ്മ. ഇടാ കുരുത്തം കെട്ട ചെറുക്കോ, ഇവിടെ ഒരു ബോംബ് വെച്ചിട്ട് നീ പോയില്ലേടാ? അവൻ പറഞ്ഞോന്നും നീ വിശ്വസിക്കല്ലേ. അത് വെറുതെ കളിക്ക്, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. എല്ലാം ഏട്ടത്തിക്ക് വേണ്ടിയാ. മോളെ, അവൻ കള്ളം പറയുന്നതാ. ഇല്ല, കൊച്ചുകുട്ടിയാണെങ്കിലും അവൻ സത്യം മാത്രമേ പറയൂ. നിങ്ങളെ വിശ്വസിക്കാനും പാടില്ല. എന്നെ വിശ്വസിപ്പിച്ച് പറ്റിക്കായിരുന്നു. എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തായാലും നീ വഴക്ക് പറയുന്നുണ്ട്. കാലിൽ തിരുമുന്ന എന്തിനാ നിർത്തിയേ? കൈയും കാലും അല്ല, കഴുത്ത് അതിനൊന്നിരിക്കും. ഇനി പഴത്തൊലി ആയിരിക്കില്ല. നേരെ മുകളിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ താഴേക്ക് തള്ളിയിടും. ഞങ്ങൾക്ക് സമാധാനമോ? നീ എന്താടി എന്നെ കൊല്ലാൻ നോക്കാണോ? അല്ല, നിങ്ങൾ സൂയിസൈഡ് ചെയ്തോ? റെസ്റ്റ് ഇൻ പീസ്. കാർത്തിക മോളെ, ഞാൻ പറയുന്ന കേക്ക്. അയ്യോ, ആ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോഴും ഇവിടുന്ന് എഴുന്നേക്കുന്നത് കഷ്ടമാണ്. വളരെ വളരെ കഷ്ടം. അമ്മേ, എടാ ഉണ്ണി, നീ എനിക്ക് ഒരു പണിയും കൂടി തന്നല്ലോടാ അമ്മേ. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടും ആ ഗിഫ്റ്റ് എന്തായിരിക്കും? ഒരു തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാല്ലേ? ഏട്ട് നല്ല ഉറക്കത്തില്ല. ശബ്ദം ഉണ്ടാക്കാതെ തുറന്നു നോക്കാം.
എന്താ ഇത്? മിനി ഫ്ലവർ വൈസ് പോലെ ഇരിക്കുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണെന്ന് ആരാ പറഞ്ഞു കൊടുത്തേ? ഒന്നും അറിയില്ല ഇദ്ദേഹത്തിന്. ഓപ്പൺ ചെയ്ത് നോക്കണം തോന്നുന്നു. ചെയ്ത് നോക്കിയാലോ? ഇപ്പൊ തന്നെ നോക്കണമെന്ന് തോന്നി. ഇഷ്ടപ്പെട്ടോ? ആ, ഈ സോറി എന്തിനായിരുന്നു? അതുമല്ല, എത്ര വട്ടം ഈ സോറി സോറി പറഞ്ഞോണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ വീണ്ടും മിസ്റ്റേക്കുകൾ ചെയ്തേക്കാം. അതുകൊണ്ടാ ഇത്രയും സോറി. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു ഗിഫ്റ്റ് കൊടുത്തരട്ടെ? ഗിഫ്റ്റിന്റെ കാര്യമല്ല, എന്നോട് സോറി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്നാ ഞാൻ പറഞ്ഞേ. അത് മാത്രമല്ല, ഏട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ കാരണം തന്നെ ഒരുപാട് വിഷമിച്ചതല്ലേ, ഇനി അതുണ്ടാവരുത്. ശരി, ഒരുപാട് സമയമായി, വാ ഉറങ്ങാം.